ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു യാത്രയിൽ പോയതിൻ്റെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ചെറിയൊരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയതാണ് കേട്ടോ. ഗുണാക്കീവ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് കേട്ടോ. ഗുണാക്കീവിനെ കയറി ചെല്ലുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന പോലെ കുറച്ച് സാധനങ്ങൾ, കുറേ അസ്ഥികൂടങ്ങളും ശവപ്പെട്ടികളും തൂങ്ങി നിൽക്കണമൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ചവിടെ പോയി കഴിഞ്ഞാൽ ഗുണാക്കീവ് കണ്ടു കേട്ടോ. ഗുണാക്കീവ് പറഞ്ഞാൽ വലിയ സെറ്റപ്പ് നല്ല ചെറിയൊരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഗുഹ പോലെ, ഒരു കുഴി പോലെ താഴത്തേക്ക് അതിലേക്ക് ഇങ്ങനെ ചാടുന്ന വീഴണ ഒരു സെറ്റപ്പായിട്ട് അത്രയേ ഉള്ളൂ. പിന്നെ പാട്ടുണ്ടായിരുന്നു, മഞ്ഞൂർ വയസ്സിലത്തെ പാട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും അവിടെ ഉള്ളൂ. പിന്നെ കുറേ അസ്ഥികൂടങ്ങളും പെട്ടികളും കുറേ മരണപ്പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കണ്ട എൻ്റർ ചെയ്യുന്നത്. ഇവിടെ കുറേ പക്ഷികളുണ്ടായിരുന്നു കേട്ടോ. ലവ് ബേഡ്സ്, തത്തകൾ, പ്രാവ്, അങ്ങനത്തെ കുറേ പക്ഷികൾ. ഈ പഞ്ചവർണ്ണത്തൊക്കെ എനിക്ക് വെറൈറ്റി തോന്നി. പിന്നെ ഇത് ഈ ഉടുമ്പ്, ഇതിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതിലൊന്നും ഇല്ല കേട്ടോ. പാമ്പിനൊക്കെ തോളിലിട്ടിട്ട് ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അതിന് ഞങ്ങളതൊന്നും കാണാൻ നിന്നില്ല. അവിടുത്തെ ഈ മൊയിലും പക്ഷികളിനൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ കുറേ പക്ഷികളുടെ ഒരു ജാതി മണങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങിയാൽ മതി എന്നായിരുന്നു. പിന്നെ ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് ഫിഷാണ്. കുറേ മീനുകളുണ്ട് കേട്ടോ. വെറൈറ്റി മീനുകളുണ്ട്, കുറേ തരം മീനുകളുണ്ട് കേട്ടോ. എനിക്കൊരു വെറൈറ്റി തോന്നിയിട്ട് ചെമ്മീനൊക്കെ ജീവനോടെ കണ്ടപ്പോൾ എനിക്കൊരു ഒരു അത്ഭുതമായി തോന്നിയിട്ടാണ്. കുറേ വലിയതും കളർഫുള്ളായിട്ടുള്ളതും കുഞ്ഞി മീനുകളും, പിന്നെ ഞണ്ട്, അങ്ങനെ പാമ്പ് പോലത്തെ മീൻ, അങ്ങനത്തെ കുറേ മീനുകളുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പുറത്ത് കിടന്ന കുറച്ച് പ്രാവുകൾ, പിന്നെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള കോഴികൾ കേട്ടോ. അങ്ങനത്തെ ഇത്രയും തരം കോഴികളുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ പപ്പും ബ്ലാക്കും, അങ്ങനെ കുറേ തരം കോഴികൾ കേട്ടോ. അതിൽ 2 കോഴികളൊന്നും തല്ലൂടുണ്ടായിരുന്നു കേട്ടോ. കണ്ടവരുണ്ടാവും ഭയങ്കര അടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂച്ചയാണ് കേട്ടോ. 2 പൂച്ചകളുണ്ടായിരുന്നു. അതിലൊരു പൂച്ച നല്ല ഉറക്കം, ഒരു പൂച്ച ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ മൊയിലുകൾ, പ്രാവ് കണ്ടോ. ഈ പ്രാവിൻ്റെ ഇങ്ങനെ വയറിലിങ്ങനെ ബലൂൺ പോലെ വീർത്തിക്കുന്നുണ്ടായിരുന്നു. കുറേ തരം പ്രാവുകളുണ്ട് കേട്ടോ. ഓരോന്നും ഓരോ തരമാണ്. പക്ഷേ അതിൽ പേരൊന്നും അവർ എഴുതിയിട്ടില്ല കേട്ടോ. പേര് എഴുതി വെക്കേണ്ടതായിരുന്നു, എന്നാലും നമുക്കറിയുള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാളുകളുണ്ട് പഴയ കാലത്തെ മിഠായികളൊക്കെ വെച്ചിട്ട്. ചക്ര മിഠായി, കോലുമിഠായി, കളർ മിഠായി ഒക്കെ ആയിട്ട്. പിന്നെ കുറേ സാധനങ്ങളുള്ള സ്റ്റോളുകളാണ് കേട്ടോ. അവിടെ നിന്ന് അധികം ഞങ്ങൾ നിന്നില്ല. പിന്നെ ഐസ്ക്രീം ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇങ്ങനെ റൈഡുകളുള്ള ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. ഇതിൽ ഓരോ റൈഡിലും കയറണമെങ്കിൽ ഓരോ റേറ്റാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഗെയിംസ് ഉണ്ട് കേട്ടോ. റിങ് ഇട്ടിട്ട് റൗണ്ട് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടുന്നത്. അതൊന്നും ഞങ്ങൾ ചെയ്തില്ല. എനിക്ക് ആ യന്ത്രൂഞ്ഞാലൊന്ന് കയറണം എന്നുണ്ടായിരുന്നു. അതൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, കയറുന്നത്. അതിൽ കയറിയിരുന്നതേ ഓർമ്മയുള്ളൂ. 10 റൗണ്ടിനാണ് 100 രൂപ കേട്ടോ. ഞങ്ങൾ 5 റൗണ്ടാകുമ്പോഴേക്ക് ഇറങ്ങി നിർത്തിച്ചു, കരഞ്ഞ് പൊളിച്ചിട്ട്. മോള് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് ചേട്ടാ നിർത്തിയേട്ടാ മതി, കരയുന്നു പറഞ്ഞു. അപ്പം നിർത്തിയിട്ട് ഞങ്ങളെ മാത്രം ഇറക്കി വിട്ട്. എന്നിട്ട് അവർ ബാക്കി റൗണ്ട് അവർ പിടിച്ച്. കാരണം ഇവളങ്ങനെ കിടന്ന് കരയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നല്ല എന്താ പറയുക, ഭയങ്കര പേടിയാണ്. 2 സൈഡും ഡോറില്ല. നല്ല സ്പീഡ്. ഫസ്റ്റ് തരം ഒരു 2-3 റൗണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷേ പിന്നെ 4-5 റൗണ്ട് ഭയങ്കര സ്പീഡിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവളെ കരച്ചിലും കൂടി ആയപ്പോൾ ശരിയല്ല എന്ന് വിചാരിച്ചു. നല്ല സ്പീഡായിട്ടാണ് പോണത് ലാസ്റ്റത്തെ റൗണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പിന്നെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങണത് കണ്ടു കേട്ടോ. എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.